Hi, I am Rojas Jose, Managing Director of Alpha Academy. 2021 NEET examination through നമുക്കൊരു അഡ്മിഷൻ ലഭിക്കുന്ന 3 കോഴ്സുകൾ MBBS, BDS, BSc Nursing. ഈ 3 കോഴ്സുകളുടെ വിവിധ ക്യാമ്പസുകളിലേക്ക്, വിവിധ ക്യാമ്പസുകൾ എന്ന് പറയുമ്പോൾ AFMC, എയിംസ്, ജിപ്മർ, ഇന്ത്യ മുഴുവനുള്ള ഡെന്റൽ കോളേജുകളുടെയും മെഡിക്കൽ കോളേജിൻ്റെയും 15% സീറ്റുകൾ, ESI മെഡിക്കൽ കോളേജുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, BSc നഴ്സിംഗിൻ്റെ ക്യാമ്പസുകൾ, ഈ കോഴ്സുകളിലേക്കൊക്കെ നമുക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ഓൺലൈൻ അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ ആദ്യ സ്റ്റെപ്പായ രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിംഗ്, ഇതെങ്ങനെയാണ് നാം ചെയ്യേണ്ടത്, സംശയങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുക. ആദ്യമായി തന്നെ mcc.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇതേപോലൊരു സ്ക്രീനിലേക്ക് നാം എൻ്റർ ആവുക. ഈ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ നാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാം ഇതേപോലൊരു പേജിലേക്കാണ് വരുന്നത്. ഈ പേജിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യമായി കാണുന്നത് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് സൈൻ ഇൻ, അതായത് നാം ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്ന് എൻട്രി ചെയ്യേണ്ടി വരുമ്പോൾ വീണ്ടും എൻട്രി ചെയ്യാനുള്ള കോളമാണിത്. നമുക്ക് ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും എൻട്രി ചെയ്തുകൊണ്ട് വേണം നാം രണ്ടാമത് വീണ്ടും ഒന്ന് ഓപ്ഷൻ കറക്റ്റ് ചെയ്യാനോ ചോയ്സ് ഫില്ല് ചെയ്യാനോ ഒക്കെ ഈ സൈറ്റിലേക്ക് നാം എൻ്റർ ആവേണ്ടത്. ആദ്യമായി ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ടത് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്കിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് എൻ്റർ ആവേണ്ടത്. ഇതേപോലൊരു പേജിലേക്കാണ് നാം എൻ്റർ ആവുക. അവിടെ പ്ലീസ് റീഡ് കെയർഫുള്ളി എന്ന ഇൻസ്ട്രക്ഷൻസ് വരും. അവിടെ നാം ഐ എഗ്രി എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലൊരു പേജിലേക്ക് എൻ്റർ ആവും. ഇവിടെ നാം റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റിലുള്ള റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. കാൻഡിഡേറ്റിൻ്റെ നെയിം തെറ്റിക്കാതെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കണം. മദറിൻ്റെ നെയിം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ എല്ലാം ഉൾപ്പെടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഈ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു പേജിലേക്ക് എൻ്റർ ആവുമ്പോൾ ആ പേജിൽ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന മൊബൈൽ നമ്പറും മെയിൽ അഡ്രസ്സും ഓപ്പൺ ആവും. ആ മെയിൽ അഡ്രസ്സിലേക്ക് ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ അവിടെ എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവും. നമ്മുടെ മെയിൽ അഡ്രസ്സിൽ, ഫോൺ നമ്പറിൽ വരുന്ന OTP നമ്പർ നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്ത് യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ആ റോൾ നമ്പരും നാം ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡും എൻട്രി ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് രജിസ്ട്രേഷനിലൂടെ വീണ്ടും നമ്മൾ എൻ്റർ ആവണം. അങ്ങനെ എൻ്റർ ആവുമ്പോൾ നാം ഇതേപോലൊരു പേജിലേക്കാണ് വരിക. ഈ പേജിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ എത്ര സ്റ്റെപ്പിലൂടെയാണ് നാം ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നാം എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ ആ കുട്ടിയുടെ നെയിം, റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബാക്കിയുള്ള മെയിൽ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ പേജിൽ നമുക്ക് വിസിബിൾ ആവും. ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നാം എൻട്രി ചെയ്ത് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും. ഫസ്റ്റ് വൺ ജെൻഡർ, നമ്മൾ ഏതാണ്, മെയിലാണോ ഫീമെയിലാണോ എന്ന് എൻട്രി ചെയ്യുക. നാഷണാലിറ്റി, ഇന്ത്യൻ ആണോ, നമ്മൾ അവിടെ എൻട്രി ചെയ്യുക. നെക്സ്റ്റ് ഈസ് റിലിജിയൻ നാം എൻട്രി ചെയ്യുക. ദെൻ കാറ്റഗറി ജനറൽ ആണോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടോ, ആ കാര്യങ്ങൾ നമ്മളവിടെ എൻട്രി ചെയ്യുക. നെക്സ്റ്റ് ഇന്ത്യൻ പാരാമിലിറ്ററി പോലീസ് പേഴ്സൺസ് അങ്ങനെയുള്ളവരുടെ മക്കൾ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിലോ അല്ലെങ്കിൽ അതേപോലെ ഏത് സെക്ടറിലേക്കാണ് നമുക്ക് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് വല്ലതും ആണെങ്കിൽ ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുക, ഇല്ലെങ്കിൽ അത് നോ എന്ന് മാത്രം എൻട്രി ചെയ്യുക. നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. AFMCയുടെ ക്യാമ്പസിലേക്ക് നമുക്കൊരു അഡ്മിഷൻ, MBBS കോഴ്സിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. AFMCയിൽ അഡ്മിഷൻ കിട്ടാൻ നാം ഇവിടെ യേസ് എന്ന് കൊടുത്താൽ മാത്രം മതിയാവും. ഇത് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ യേസ് എന്ന് കൊടുക്കുക. സെക്കൻഡ് കോളത്തിനകത്ത് പേരൻസ് ആരെങ്കിലും ആർമി ഫീൽഡിൽ, എയർഫോഴ്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യേസ് ഓർ നോ കൊടുക്കുക. ഇങ്ങനെ നാം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് AFMCയുടെ ക്യാമ്പസിലേക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് MCCയുടെ സൈറ്റിലും വരും. അതേപോലെ സെയിം ടൈമിൽ AFMCയുടെ സൈറ്റിലും അത് വിസിബിൾ ആവും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന 1500 കുട്ടികളിൽ നിന്നാണ് TOELR എക്സാമിനേഷനും പേഴ്സണൽ ഇന്റർവ്യൂവും ഫിസിക്കൽ ടെസ്റ്റിലൂടെ ആ 200 മാർക്കിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കായിരിക്കും ഈ AFMCയുടെ ക്യാമ്പസിൽ 145 സീറ്റിലേക്ക് നമുക്കൊരു അഡ്മിഷന് വേണ്ടി സെലക്ട് ചെയ്യുക. ഈ കാര്യങ്ങൾ നാം എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് അടുത്ത പേജിലേക്ക് എൻ്റർ ആവാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വരുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്.
ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതേപോലെ പേജിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സ്കൂൾ സ്റ്റേറ്റ് ഏതാണ്, അത് നമുക്ക് ഈ 3 ക്യാമ്പസിലേക്ക് ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ പഠിച്ചവരാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നാം അത് ലീവ് ചെയ്തിട്ട് പാസിംഗ് ഇയർ, ഏത് ഇയറിലാണ് പാസ്സായത് എന്നുള്ളത് കൊടുക്കുക. സ്കൂൾ നെയിം, നമ്മൾ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്നുള്ളത് കൊടുക്കുക. ദെൻ അതർ സ്കൂൾ സ്റ്റേറ്റ്, നമ്മൾ ഏത് സ്കൂളിലാണ് പഠിച്ചത് അതിൻ്റെ ബാർ ഇട്ടിട്ട് സ്റ്റേറ്റ് നമ്മൾ ഓപ്ഷൻ ചെയ്യണം. റോൾ നമ്പർ കൊടുക്കുക, പിൻകോഡ്. ദെൻ പാസിംഗ് സ്റ്റാറ്റസ്, പാസ്ഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. 12th ക്ലാസ് പാസ്സായ സ്റ്റേറ്റ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. ഇത്രയും നാം എൻട്രി ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള പേജിലേക്ക് നമ്മൾ അടുത്ത പേജിലേക്ക് നമുക്ക് എൻ്റർ ആവാം. അടുത്ത പേജിലേക്ക് നാം വരുമ്പോൾ സെലക്ഷൻ ഓഫ് കൗൺസിലിംഗ് എന്ന പേജിലേക്കാണ് എൻ്റർ ആവുന്നത്. അവിടെ ഏതൊക്കെ ക്യാമ്പസിലേക്കാണ് നാം അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് വൺ ഓൾ ഇന്ത്യ കോട്ട. ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള 15% സീറ്റിലേക്ക് നാം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കോളം നാം ടിക്ക് മാർക്ക് കൊടുക്കുക. അടുത്ത ഡീംഡ് യൂണിവേഴ്സിറ്റി. ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്കൊരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്പൺ സീറ്റുകളായ എയിംസ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ക്യാമ്പസുകളിലേക്ക് നമുക്കൊരു അഡ്മിഷൻ വേണമെങ്കിൽ ആ കോളം നമ്മൾ ടിക്ക് ചെയ്യുക. BSc നഴ്സിംഗ് കോളേജിലേക്ക് നമുക്കൊരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കോളം ടിക്ക് ചെയ്യുക. ഏതൊക്കെ ഓപ്ഷൻസിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് നമ്മൾക്ക് ഓപ്ഷൻ കൊടുക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും രജിസ്ട്രേഷൻ ഫീ വരിക. രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് നോർമൽ ഓൾ ഇന്ത്യ കോട്ട ഉൾപ്പെടെയുള്ള ഒരു സീറ്റിലേക്ക് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ 11,000 ആണ് ഫീസ് വരിക. അത് റിസർവേഷൻ OBC ഉൾപ്പെടെയുള്ള റിസർവേഷൻ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ 5,500 rupees ആണ് വരിക. ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കാണെങ്കിൽ 2,05,000 ആണ് ഫീസ് വരിക. ഇതിൽ ഈ 10,000 കഴിഞ്ഞിട്ടുള്ള 1,000 rupees നോൺ റീഫണ്ടബിളും നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് 10,000 എന്ന് പറയുന്നത്. അത് നമ്മുടെ കാര്യം കൊണ്ട് നമ്മൾ കൃത്യമായ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ നമുക്കൊരു കോളേജ് അനുവദിച്ചതിന് ശേഷം നാം അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതാണെങ്കിൽ ആ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. പകരം നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു കോളേജ് അനുവദിച്ചു, നമുക്ക് താല്പര്യമില്ലാത്ത കോളേജാണ് നമുക്ക് കിട്ടിയത്, നമ്മൾ അതിൽ നിന്ന് ഫ്രീ എക്സിറ്റ് നേടുകയാണെങ്കിൽ നമുക്ക് ആ ഫീസ് റീഫണ്ട് കിട്ടാനുള്ള അർഹതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ 1,000 rupees കിട്ടത്തില്ല, 10,000 rupees മാത്രമായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. അങ്ങനെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ ഈ 5,500 ചേർത്തിട്ടുള്ള രജിസ്ട്രേഷൻ ഫീയും, ഡീംഡ് യൂണിവേഴ്സിറ്റി നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2,05,000 രൂപ രജിസ്ട്രേഷൻ ഫീ, 5,000 2,00,000 രൂപ അതിൻ്റെ ഫീസും, അങ്ങനെയായിരിക്കും രജിസ്ട്രേഷൻ്റെ ഫീസ് നമുക്ക് വരിക. ഇതിൽ തന്നെ നമുക്ക് കാണാം ഇവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ നാം സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് 2,05,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നാം ഡീംഡ് യൂണിവേഴ്സിറ്റി ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ 11,000 rupees മാത്രമായി ഫീസ് കുറഞ്ഞു. OBC കാറ്റഗറിയിലുള്ള സ്റ്റുഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 5,500 rupees ആയിട്ടായിരിക്കും ഈ രജിസ്ട്രേഷൻ ഫീ അവിടെ വരിക. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് ഓക്കെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്തതായി നാം എൻട്രി ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണ്. നമ്മുടെ കോൺടാക്ട് അഡ്രസ്സ് കൃത്യമായി കൊടുക്കുക. ആ സെയിം തന്നെയാണ് പെർമനന്റ് അഡ്രസ് എങ്കിൽ ആ സെയിം ആ വെബ് കൊടുത്തേച്ചാൽ മതി. പെർമനന്റ് അഡ്രസ്സും ഡിഫറൻ്റ് ആണെങ്കിൽ ഇത് രണ്ടും രണ്ടായി തന്നെ നാം എൻട്രി ചെയ്ത് കൊടുക്കണം. എൻട്രി ആയതിനു ശേഷം നാം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. ഇത്രയും കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നാം എൻട്രി ചെയ്ത് കൊടുത്ത മുഴുവൻ കാര്യങ്ങളും നമുക്കിവിടെ വിസിബിൾ ആവും. ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് വായിച്ചു നോക്കി മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ആ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നത്. ഈ പേജ് കംപ്ലീറ്റ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡിക്ലറേഷൻ ആണ്, ഞാൻ ചെയ്തിരിക്കുന്നതെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ പേജിന്റെ എൻഡിൽ സേവ് ഫൈനൽ സബ്മിറ്റ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാം ഫീസ് അടയ്ക്കുക എന്നുള്ള ഓപ്ഷനാണ്. ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ചോയ്സ് ഫില്ലിംഗ് പേജിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫീസും കൃത്യമായിട്ട് അടച്ചുകൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വേണം ചോയ്സ് ഫില്ലിങ്ങിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ. ഇനി ചോയ്സ് ഫില്ലിങ്ങിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സെലക്ട് ചെയ്തിരിക്കുന്ന കോളേജുകളിലേക്ക് നമുക്ക് MBBSനോ BDSനോ BSc നഴ്സിംഗിനോ അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും നല്ല കോളേജുകൾ, ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ എന്നുള്ള രീതിയിൽ കൃത്യമായൊരു ഓർഡർ നമ്മൾ എഴുതി തയ്യാറാക്കിയതിന് ശേഷം വേണം ചോയ്സ് ഫില്ലിംഗ് പ്രോസസ്സിംഗ് നാം പങ്കെടുക്കാൻ. 24-ാം തീയതി വരെ സമയമുണ്ട്. എത്ര പ്രാവശ്യം വേണേലും നമുക്കത് ചേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പെർമിഷനുണ്ട്. 24th 12 മണിക്ക് മുമ്പായി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിയുമ്പോഴാണ് നാം ചോയ്സ് ഫില്ലിംഗ് കംപ്ലീറ്റ് ചെയ്യുകയും 28-ാം തീയതി 28th
28-ന് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് ഏത് കോളേജിലാണ് അല്ലെങ്കിൽ ഏത് കോഴ്സിനാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ കോളേജിൽ പോയി നമ്മുടെ ഡോക്യുമെന്റ്സുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ നേടിയെടുക്കാനും. ഈ രജിസ്ട്രേഷൻ ടൈമിലാവട്ടെ ചോയ്സ് ഫില്ലിംഗ് ടൈമിലാവട്ടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാൻ വരാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെയും സീരിയസ് ആയും കണ്ടുകൊണ്ട് തന്നെ ഈ ചോയ്സ് ഫില്ലിംഗ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ, അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലും പങ്കെടുക്കുക. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ക്യാമ്പസിലേക്ക്, കോഴ്സിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.